യൂത്ത് ഫോർ എവർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ഡക്ക് സ്റ്റൂ ആണ്. അതും ഒരു പഴയ കുട്ടനാടൻ ഡക്ക് സ്റ്റൂ ആണ് ഇന്നിവിടെ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി ഇതിലേക്ക് നമ്മൾ 1.5 കിലോ താറാവാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: ഒരു 2 വലിയ സവോള, 3 കിഴങ്ങ്, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു കൂടം വെളുത്തുള്ളി, 3-4 പച്ചമുളക്, പിന്നെ ഒരു 10-20 ചുവന്നുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാനുള്ള ആവശ്യത്തിന് ഒരു തേങ്ങയുടെ പാൽ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ താറാവ് ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നന്നായി ഇളക്കി കുക്കറിലൊന്ന് വേവിക്കാനായിട്ട് നമുക്ക് വയ്ക്കാം. ഇനി താറാവ് വേകുന്ന സമയം കൊണ്ട് നമുക്ക് കിഴങ്ങ് കനം കുറച്ച് അരിഞ്ഞെടുക്കാം. അത് അരിഞ്ഞെടുത്ത കിഴങ്ങുകൾ നമ്മൾ വറുത്തെടുക്കാനായിട്ട് പോവുകയാണ്. ഇത് പുഴുങ്ങുമല്ല ചെയ്യുന്നത്, വെളിച്ചെണ്ണയ്ക്കകത്ത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടാണ് പോകുന്നത്. ഇത് വളരെ കനം കുറച്ചാണ് അരിഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് വരും. ഇങ്ങനെ കിഴങ്ങ് മുഴുവനും വറുത്ത് മാറ്റണം. ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് കറിയുടെ വർക്ക് ആരംഭിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ വെളിച്ചെണ്ണയ്ക്കകത്തിട്ട് നമ്മളൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്ത ശേഷം പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും ചുവന്നുള്ളിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. സവോള വാടിയ ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി വാടിയ ശേഷം ഇതിലേക്ക് 2 തക്കാളി ഇട്ട് കൊടുക്കാം. നേരത്തെ ഇൻഗ്രീഡിയൻസിൻ്റെ കൂട്ടി തക്കാളി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. തക്കാളി വാടിയ ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അതൊന്ന് വെളിച്ചെണ്ണയ്ക്കകത്തുനിന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പെരുംജീരകപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. മസാല നന്നായിട്ട് മൂത്ത ശേഷം നമുക്ക് പച്ചക്കറിയുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 2 കപ്പാണ് എടുത്തിരിക്കുന്നത് 2-ാം പാൽ. അതൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ താറാവ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മളിതിനി 2-ാം പാലിലേക്ക് ഇട്ട് ഒന്ന് വേവിക്കാനായിട്ട് വെക്കുകയാണ്. ഈ താറാവ് 2-ാം പാലിൽ കിടന്നൊന്ന് പാകത്തിന് വറ്റി വരണം. കറി പാകത്തിന് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വറുത്ത് വച്ചിരിക്കുന്ന കിഴങ്ങല്ല അതിൻ്റെ മുകളിലേക്ക് ഇടുകയാണ്. ഇനി നമുക്ക് 1-ാം പാലും കൂടെ ഒഴിച്ച് നമ്മുടെ സ്റ്റൗ ഓഫ് ആക്കിയേക്കാം.
ഇനി അവസാനമായി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്ക് ഇത് ഗാർണിഷ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള താറാവ് സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.